സോ ഹായ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് merge ടു സോർട്ടഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് രണ്ട് ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്, 1 2 4 ആൻഡ് 1 3 4. നമ്മൾ ഇതിൻ്റെ ഒരു ഒറ്റ സോർട്ടഡ് ലിസ്റ്റ് ആക്കണം. അതായത് നമുക്ക് ഇവിടെ നിന്ന് അസെൻഡിങ് ഓർഡറിലുള്ള രീതിയിൽ ഈ പോയിന്റേഴ്സിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഒരു ഒറ്റ ലിങ്ക് ലിസ്റ്റ് ആക്കണം. ഓക്കെ, സോ നമുക്ക് ഇത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കണം, 1 1 2 4 1 3 4 എന്നാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു നോഡ് വെക്കുന്നതെന്ന് വെച്ചോ. എന്നിട്ട് നമ്മളെ നോഡ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് ഇനിഷ്യലി നമ്മൾ ഇതാണ് നമ്മൾ ഒരു ഡമ്മി നോഡ് പോലെ വെച്ചെന്ന് വെച്ചോ. എന്നിട്ട് നമ്മൾ നോക്കി 1, ഓക്കെ 1. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് രണ്ടിനെയും കമ്പയർ ചെയ്തു. അപ്പം നോക്കിയപ്പോൾ 1 2 നിൽക്കുന്നതിന് പകരം നമ്മൾ ഈ പോയിന്റേഴ്സ് അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമ്മൾ ഈ പോയിന്ററിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ പിന്നെ ടെമ്പററിയിൽ വെക്കണം, അടുത്ത പ്രാവശ്യം ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിനെ ടെമ്പററിയിൽ വെക്കണം. അപ്പൊ അങ്ങനെ കുറെ പ്രോസസ്സിങ് വേണ്ടി വരും. അപ്പൊ അതിന് പകരം ഈ പോയിന്റേഴ്സ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ വേറെ ഒരു ഡമ്മി നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിനെ ഇനിഷ്യലി ഒരെണ്ണത്തിലോട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തു, ഇതിന്റെ വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ അടുത്തതിന് ഇത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യണം, അസെൻഡിങ് ആയതുകൊണ്ട് കമ്പയർ ടു ഇത് രണ്ടും. എന്നിട്ട് നോക്കിയപ്പോൾ 2 3 നോക്കിയപ്പോൾ 2 ആണ് ചെറുത്, അപ്പൊ 2 പോയിന്റ് ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോൾ 3 4 ഉണ്ട്, അപ്പൊ 3 പോയിന്റ് ചെയ്തു. എന്നിട്ട് 4 പോയിന്റ് ചെയ്തു, എന്നിട്ട് ഇതിലോട്ട് പോയിന്റ് ചെയ്തു, എന്നിട്ട് തിരിച്ച് നള്ളിലോട്ട് പോയിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഡമ്മി നോഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ 6 ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഓർഡറിൽ നമ്മൾ എങ്ങനെയാണോ ആ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അതിനെ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ അത് ചെയ്യുക. അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഡമ്മി ആയിട്ടൊരു നോഡ് എടുക്കാം. ഓക്കെ, ഡമ്മി നോഡ് ഇസ് ഈക്വൽ ടു ന്യൂ ലിസ്റ്റ് നോഡ്. ഓക്കെ, ന്യൂ ലിസ്റ്റ് നോഡ് വാല്യൂ നമുക്ക് 0 എന്ന് വെക്കാം. വാല്യൂന് ഇവിടെ പ്രാധാന്യമില്ല. ആൻഡ് ഇത് പോയിന്റിങ് ടു നമുക്ക് ഹെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഹെഡിലോട്ടാണ് ഇത് പോയിന്റ് ചെയ്യുന്നതെന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇത് ഹെഡിലോട്ട് നമുക്ക് അതിന്റെ ഇത് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഹെഡ് വേണ്ട, നമുക്കിപ്പോൾ ജസ്റ്റ് 0 എന്ന് മാത്രം കൊടുക്കാം. അപ്പൊ ഇത് നള്ളിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡമ്മി നോഡിൽ നമുക്ക് പോയിന്റ് ചെയ്യാം. ഇനി ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്, നമുക്കിവിടെ ഒരു വൈൽ ലൂപ്പ് ഇട്ടിട്ട് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2, അതായത് ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലും വാല്യൂ ഉള്ള സമയത്ത് ഒരു വൈൽ ലൂപ്പ് റൺ ചെയ്യാം. എന്നിട്ട് ഇഫ് ലിസ്റ്റ് 1 ഡോട്ട് വാൽ, അപ്പൊ അതിന്റെ വാല്യൂ കിട്ടും ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ലിസ്റ്റ് 2 ഡോട്ട് വാൽ. അപ്പൊ അത് ലെസർ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഡമ്മി നോഡ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ നമുക്ക് പോയിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഡമ്മീനെ പോയിന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ഈ ഹെഡ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, കറണ്ട് ഇസ് ഈക്വൽ ടു ഡമ്മി എന്ന് പറഞ്ഞ് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റർ ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് ഡമ്മി എന്ന് വേണ്ട, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ഹെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഹെഡ് അല്ല ഇത്, പക്ഷെ ഹെഡിന് തൊട്ട് മുന്നത്തെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നെയിമിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നെയിമിങ് കൊടുക്കുക. ഇതിപ്പോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഹെഡ് എന്ന് പറയുന്ന ഹെഡ് ഇതാണ്. അങ്ങനെ അപ്പൊ നമ്മൾ അതിന്റെ ഒരു കോപ്പി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് ഡോട്ട് നെക്സ്റ്റ്, ഇപ്പൊ ലെസർ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ലെസർ വാല്യൂലോട്ട് പോയിന്റ് ചെയ്യണം. അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് ലിസ്റ്റ് 1 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് 1നെ അപ്ഡേറ്റ് ചെയ്യുക. ലിസ്റ്റ് 1 ഇസ് ഈക്വൽ ടു ലിസ്റ്റ് 1 ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അല്ലാത്ത കേസിൽ ലിസ്റ്റ് 2ന് അതേപോലത്തെ പോയിന്റേഴ്സ് ചെയ്യുക. കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് 2 പോയിന്റ് ചെയ്യുക, ലിസ്റ്റ് 2ന്റെ പോയിന്റർ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ലിസ്റ്റ് 2 ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വൈൽ ലൂപ്പിന്റെ ഔട്ട് സൈഡിൽ നമുക്ക് കോമൺ ആയിട്ട് കറണ്ടിനെ കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്ററിലോട്ട് കറണ്ടും കൂടെ പോയിന്റ് ചെയ്യാനും വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ വൈൽ ലൂപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മളെ എൻഡ് എത്തി. പക്ഷേ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആയതുകൊണ്ട് ലിസ്റ്റ് 1 എൻഡ് ആയി കഴിഞ്ഞാലും നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആവും. ഏതെങ്കിലും ഒരെണ്ണം ആയാലും നമ്മൾ എക്സിറ്റ് ആവും. അതായത് ഇത് ഐറ്ററേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ചിലപ്പോൾ ലിസ്റ്റ് 1 മേ ബി കുറച്ച് വാല്യൂസ് കാണാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ ലിസ്റ്റ് 1 കുറച്ച് വാല്യൂസ് കാണാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് 1 വാല്യൂസ് കാണാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇഫ് ലിസ്റ്റ് 1 എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് 1 കൊടുക്കാം. ഓക്കെ, ലിസ്റ്റ് 1 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഇഫ് ലിസ്റ്റ് 2 എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് 2 എന്ന് പോയിന്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ
ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് അല്ലെ, ഹെഡ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ റിട്ടേൺ ഹെഡ് എന്ന് കൊടുക്കാം. നമുക്ക് ഈ ഹെഡ് റൺ ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും എന്ത് വരുമെന്ന്. ഹെഡ് എന്ന് റൺ ചെയ്യുവാണെങ്കിൽ ഒരു സീറോയും കൂടെ നമ്മുടെ ആൻസറിന്റെ ഫ്രണ്ടിൽ വരും. ഓക്കെ, ഓക്കെ ലിസ്റ്റ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ, ലിസ്റ്റ് 1 ആണ്. ഓക്കെ, ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ആൻസർ ഇപ്പൊ റോങ് ആണ്. കാരണം എന്താ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഹെഡ് ആണ് കൊടുത്തത് അല്ലെ. ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു നോഡാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നോഡാണ് ഹെഡ് എന്ന് പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ആ ഹെഡ് 0 ആയതുകൊണ്ട് അതിൽ നിന്നാണ് വരുന്നത്. നമുക്ക് അതിന്റെ തൊട്ട് നെക്സ്റ്റ് വാല്യൂ ഇട്ട് മതി. അപ്പൊ എന്ത് ചെയ്യാം, ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് റിട്ടേൺ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ നെക്സ്റ്റ് വാല്യൂ ഇട്ട് നമുക്ക് കിട്ടും ഹെഡ് ഡോട്ട് നെക്സ്റ്റ്. എന്നിട്ടൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ ലിസ്റ്റിനെയും കമ്പയർ ചെയ്യുന്നു. അതിന് മുന്നേ ഒരു ഡമ്മി നോഡ് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹെഡ് നോഡ് വെക്കുന്നു, അതിന് പോയിന്റ് ചെയ്ത് മൂവ് ചെയ്യുന്നു. ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ വേറൊരു നോഡ് വെച്ചിട്ട് ഐട്രേറ്റ് ചെയ്ത് പോകുന്നു. നമ്മുടെ വാല്യൂസ് വേണ്ട നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഏതെങ്കിലും ഒരെണ്ണത്തിന് ബാക്കി കാണും. അപ്പൊ ആ ബാക്കിയുള്ളതിന് നമ്മൾ അതിലോട്ട് പോയിന്റ് ചെയ്യുന്നു, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഐട്രേറ്റീവ് മെത്തേഡ്. ഐട്രേറ്റീവ് മെത്തേഡ് മതി ഈ ഒരു ക്വസ്റ്റ്യന്. പിന്നെ റിക്കർസീവ് മെത്തേഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ റിക്കർസീവ് മെത്തേഡിന്റെ കോഡും ഉണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഐട്രേറ്റീവിന്റെ അതേപോലെ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഈ നെക്സ്റ്റ് പോയിന്റർ നമ്മൾ ഇവിടെ ഐട്രേറ്റീവിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇത് ഡോട്ട് നെക്സ്റ്റ് വിളിച്ച് പോയെങ്കിൽ ഇവിടെ റിക്കർസീവ്ലി നമ്മൾ വിളിച്ചാണ് നെക്സ്റ്റ് പോകുന്നത്. ഇവിടെ ഈ കണ്ടീഷൻ ബേസ് കണ്ടീഷൻസ് ആണ്. ലിസ്റ്റ് 1 ഇല്ലെങ്കിൽ ലിസ്റ്റ് 2 റിട്ടേൺ ചെയ്യുക, ലിസ്റ്റ് 2 ഇല്ലെങ്കിൽ ലിസ്റ്റ് 1 റിട്ടേൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാല്യൂ ലെസർ ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് പോയിന്റർ നമ്മൾ റിക്കർസീവ്ലി വിളിക്കും. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ മാത്രമേ എന്റെ നെക്സ്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇത് റിക്കർസീവ്ലി വിളിച്ച് ഏറ്റവും ലാസ്റ്റ് വരെ പോകും. കമ്പാരിറ്റീവ്ലി ഐട്രേറ്റീവിനെ വെച്ച് നോക്കുമ്പോൾ റിക്കർസീവ് കുറച്ച് പാടായിരിക്കും നമുക്ക് മനസ്സിലാക്കാനും മെമ്മറൈസ് ചെയ്യാനും. അപ്പോൾ ഐട്രേറ്റീവ് മെത്തേഡ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല. ടൈം കോംപ്ലക്സിറ്റി വെച്ച് നോക്കുമ്പോഴും ഇത് വെച്ച് നോക്കുമ്പോൾ കോൺസ്റ്റന്റ് സ്പേസ് കോംപ്ലക്സിറ്റി കിട്ടും. ടൈം കോംപ്ലക്സിറ്റി സെയിം ആണ്. ഐട്രേറ്റീവിന് കോൺസ്റ്റന്റ് സ്പേസ് ആണ്. റിക്കർഷന് ആ ഒരു ലെങ്ത് ഓഫ് റിക്കർഷൻ സ്റ്റാക്കും കൂടെ എടുക്കുന്നതുകൊണ്ടാണ് അത്രയും എക്സ്ട്രാ സ്പേസും കൂടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മെർജ് ടു സോർട്ടഡ് ലിസ്റ്റ്. യാ, താങ്ക് യു.